ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പോൾ മൗനരാഗത്തിന്റെ ഇന്നത്തെ ഒരു സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ മനോഹറിനെ കാണിക്കുകയാണ്. അപ്പോൾ മനോഹർ കുഞ്ഞിനായിട്ട് ഒരു പാർക്കിലേക്ക് വന്നിരിക്കുകയാണ്. അപ്പോൾ കുഞ്ഞിനെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കുഞ്ഞാണെങ്കിൽ ഭയങ്കര സന്തോഷം. അപ്പോൾ കുഞ്ഞിനോട് നമ്മുടെ മനോഹർ, മോളെ ദേ അച്ഛൻ ഇനിയും വന്ന് വിളിച്ചാൽ മോള് വന്നോട്ടോ, മോള് കരയൊന്നും ചെയ്യരുതേ. മോളുടെ അമ്മുമ്മയും അമ്മയൊക്കെ ഇപ്പോൾ ഭയങ്കര ടെൻഷൻ അടിച്ചിരിക്കുകയായിരിക്കും. എന്ത് ചെയ്യാനാ, മോളെ കാണാനായിട്ട് അച്ഛൻ ഈ വഴിയല്ലാതെ വേറൊരു വഴി അറിയില്ല കുഞ്ഞെ. അതുകൊണ്ടാ മോളെ എടുത്തുണ്ട് ദേ അച്ഛൻ ഈ പാർക്കിലേക്ക് വന്നത്. മോൾക്ക് ഇഷ്ടമായോ ഈ പാർക്ക്? മോൾക്ക് ദേ കളിക്കാൻ ഇഷ്ടം പോലെ കൂട്ടുകാരുണ്ടല്ലോ. ദേ അച്ഛൻ്റെ കയ്യിലെ ഇതൊക്കെ മേടിച്ചു തരാനുള്ള പൈസയേ ഉള്ളൂ, കൂടുതൽ പൈസയൊന്നും ഇല്ല മോളെ. അതൊക്കെ ആകുമ്പോൾ അച്ഛൻ ഇനിയും ഒരുപാട് സാധനങ്ങളെല്ലാം മേടിച്ചു തരും കേട്ടോ. അച്ഛൻ വന്നെടുക്കുമ്പോൾ മോള് കരയാൻ നിൽക്കരുതേ, അച്ഛനെ കാണണമെന്നൊക്കെ വലുതാകുമ്പോൾ മോള് പറയണോട്ടോ എന്നും പറഞ്ഞുകൊണ്ട് ഈ കുഞ്ഞിനോട് ഇങ്ങനെ പറയുമ്പോൾ കുഞ്ഞാണെങ്കിലും അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. കുഞ്ഞാണെങ്കിലും മറ്റുള്ള പിള്ളേരോടൊപ്പം ഇങ്ങനെ കളിച്ച് ചിരിച്ച് രസിച്ചിങ്ങനെ ഇരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് കിരണിനെയും അതേപോലെ തന്നെ രതീഷിനെയാണ്. ഇവരാണെങ്കിൽ വണ്ടിയിൽ പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രതീഷ് ഇങ്ങനെ ചോദിക്കുകയാണ്, അതല്ല കിരൺ സാറേ, എൻ്റെ മനോഹർ തന്നെയാണോ പിടിച്ചോണ്ട് പോയത്? എടാ അറിയില്ല, ഇനി വല്ല ഭിക്ഷക്കാരൻ പിടിച്ചോണ്ട് പോയിട്ടുണ്ടാവും. എടാ അങ്ങനെയൊന്നും പറയല്ലേ, ദൈവമേ ആ കുഞ്ഞിന് ഒരു ആപത്തും വരില്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ സരയു വെറുതെ ഇരിക്കില്ല. അവളിപ്പോൾ ആ കുഞ്ഞിനെ ഓർത്തുകൊണ്ട് മാത്രമാണ് അടങ്ങിയിരിക്കുന്നത്. മനോഹറെ കണ്ടു കഴിഞ്ഞാൽ കൊന്നു തള്ളണം എന്നൊരു ഒറ്റ ചിന്ത ഇപ്പോൾ സരയുവിൻ്റെ മനസ്സിലുള്ളു. സരയുവിന് അത്രയ്ക്കും ദേഷ്യം മനോഹറിനോടുണ്ട് എന്നൊക്കെ പറയാം. അല്ല സാറേ, എൻ്റെ ഒരു അഭിപ്രായം പറഞ്ഞതേ ഉള്ളൂ. അല്ല മനോഹർ തന്നെ അല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യും? എനിക്ക് എവിടെ പോയി അന്വേഷിക്കണമെന്ന് ഒരു എത്തും പിടിയും കിട്ടുന്നില്ലടാ രതീഷേ എന്നൊക്കെ ഇങ്ങനെ കിരൺ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോൾ കിരൺ ഇങ്ങനെ പറയുമ്പോഴാണ് പെട്ടെന്ന് കിരണിൻ്റെ ഫോണിലേക്ക് ഒരു കോള് വരുന്നത്. അത് നമ്മുടെ മനോഹറിൻ്റെ കോളായിരുന്നു. അപ്പോൾ എടാ മനോഹർ നീ എവിടെയാണ് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയാണ്. സാറേ ഞാനിവിടെ ഉണ്ട് സാറേ. എടാ മനോഹറെ, നിന്റെ കയ്യിൽ കുഞ്ഞുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും സാറേ എൻ്റെ കയ്യിൽ കുഞ്ഞുണ്ട്. എടാ നിന്നോട് പറഞ്ഞതല്ലേടാ കുഞ്ഞിനെ എടുത്തോണ്ട് പോകരുതെന്ന്. ഇട എന്തിനാണ് ഓരോ പ്രശ്നങ്ങൾ നീ ഉണ്ടാക്കി വെക്കുന്നത്? അവിടെ സരയോ എത്ര മാത്രം വെപ്രാളപ്പെടുന്നുണ്ടെന്ന് നിനക്കറിയാവോ? സാറേ കുഞ്ഞിനെ ഞാൻ തിരിച്ചേൽപ്പിക്കാൻ വേണ്ടി തന്നെയാണ് സാറെ വിളിച്ചത്. ഞാനും കുഞ്ഞും കൂടി അടുത്തുള്ള പാർക്കിലുണ്ട്. സാർ ഏതായാലും പാർക്കിലേക്ക് വാ, എനിക്ക് കുഞ്ഞിനെ കാണാതിരിക്കാൻ കഴിയില്ലെന്ന് ഞാൻ സാറോട് നേരത്തെ പറഞ്ഞല്ലേ. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും എതിർത്താലും എനിക്ക് അങ്ങനെ പറ്റില്ല സാറേ എന്നൊക്കെ ഇങ്ങനെ പറയാം. ശരി ഞാൻ ഏതായാലും വരാം, നീ എങ്ങോട്ടും പോകരുത്. ഇല്ല സാറേ, അങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് മുങ്ങേണ്ട ആവശ്യമൊന്നും എനിക്കില്ല, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും സാറേ എന്നിങ്ങനെ മനോഹരം പറയണം. ഫോൺ വെക്കുകയാണ്. അപ്പോൾ രതീഷ് ചോദിക്കുകയാണ് എന്താന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഇവിടെ അടുത്തുള്ള പാർക്കിലുണ്ടാവാൻ. ഏതായാലും മനോഹറിൻ്റെ കയ്യിലല്ലേ കുഞ്ഞ്, അതുകൊണ്ട് കുഞ്ഞിനെ തരും സാറേ. സാറ് ആ കാര്യത്തെക്കുറിച്ച് പേടിക്കണ്ട. അതല്ലല്ലോടാ, പക്ഷേ ഈ മനോഹറാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ദൈവമേ, അതെ സരയു അവൻ്റെ പിന്നാലെ തന്നെയാണ്. ജയിലിലാകുന്നത് വരെയും സരയുവിൻ്റെ കണ്ണിൽ അവൻ പെടല്ലേ എന്നാണ് എൻ്റെ ആഗ്രഹം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മനോഹർ ഇപ്പം ശരിക്കും മാറി. മനോഹർ ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെ സാറേ, ആ കുഞ്ഞിനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ് ഈ കുഞ്ഞിനോട് മാത്രം ഇത്ര സ്നേഹം വന്നതെന്ന് മനസ്സിലാവുന്നില്ല. അതാണ് എനിക്കും മനസ്സിലാവാത്തത്. ചിലപ്പോൾ ഒരുപാട് നാൾ ഇവരോടൊപ്പം ഉള്ള കഴിഞ്ഞത്, അതുകൊണ്ടായിരിക്കും ആ കുഞ്ഞ് മനോഹറിൻ്റെ മനസ്സിലേക്ക് കയറിക്കൂടി പറ്റിയത്. പക്ഷേ സരയുവിൻ്റെ മനസ്സ് ഒരിക്കലും മാറ്റാനായിട്ട് പറ്റില്ല എന്നൊക്കെ കിരൺ ഇങ്ങനെ പറയാം. അങ്ങനെ കിരണും രതീഷും കൂടി നേരെ ആ പാർക്കിലേക്ക് എത്തുകയാണ്. അപ്പോൾ മനോഹറാണെങ്കിൽ ഇവരെ കാണുകയും ചെയ്യാണ്. അങ്ങനെ സാറേ എന്ന് വിളിച്ചുകൊണ്ട് നേരെ ചെല്ലുകയാണ്. എന്ത് പരിപാടിയാണ് കാണിച്ചത്? ഞങ്ങൾ എന്തോരം ആദ്യം പിടിച്ചെന്നറിയാവോ? സാറേ കുഞ്ഞിരിക്കുന്നു സാറേ, എനിക്കൊന്ന് കുഞ്ഞിനെ കാണണം, ആ കൊച്ചിനോടൊപ്പം കുറേ നേരം ചിലവഴിക്കണം, അതിനു വേണ്ടിയാണല്ലോ സാറേ ഞാൻ പുറത്തിറങ്ങിയത്. അപ്പോൾ കിരണാണെങ്കിൽ ആ കുഞ്ഞിനെ എടുക്കുക. ആ കുഞ്ഞിനെടുത്ത് കഴിഞ്ഞപ്പോഴേക്കിട മേലെ ഇനി ഇത്തരത്തിലുള്ള പരിപാടി ചെയ്യരുത് കേട്ടോ. ദേ സരയു ആണെങ്കിൽ അവിടെ കിടന്ന് ഭ്രാന്ത പിടിച്ചൊരവസ്ഥയിലാണ്. സരയു നിന്നെ അത്രയും മാത്രം വെറുക്കുന്നുണ്ട്. നീ ഇനി എന്തൊക്കെ മാറിയെന്ന് പറഞ്ഞാലും നീ അവളുടെ അടുത്ത് ചെന്നാൽ പോലും നിന്നെ അവൾ വിശ്വസിക്കുകയില്ല, നിന്നോടുള്ള ദേഷ്യം മാറുകയില്ല. അത്തരത്തിലുള്ള കാര്യങ്ങളാണല്ലോ മുഴുവനും നീ ചെയ്തു കൂട്ടി വെച്ചിരിക്കുന്നത്. അപ്പോൾ പിന്നെ നിന്നോടുള്ള ദേഷ്യം മാറൂ മനോഹറെ? അതറിഞ്ഞു വെച്ചുകൊണ്ടല്ലേ നീ ഇതെല്ലാം ചെയ്യുന്നത്? എനിക്കറിയാം സരയു എന്നോട് ക്ഷമിക്കില്ലെന്നും അറിയാം, എന്നോട് ദേഷ്യമാണെന്നറിയാം. പക്ഷെ എൻ്റെ കുഞ്ഞിനെ എനിക്ക് കാണാതിരിക്കാനായിട്ട് കഴിയില്ല. ആ കുഞ്ഞിനെ എനിക്ക് താലോലിക്കണം സാറേ, അതിനു വേണ്ടിയാണല്ലോ ഞാൻ പരോളിൽ ഇറങ്ങിയത്. പിന്നെ എന്തിനാ ഇറങ്ങിയത്? എനിക്ക് ഈ ഭൂമിയിൽ പിന്നെ ആരാ ഉള്ളത് സാറേ എന്നൊക്കെ ഇങ്ങനെ പറയണേടാ. അതുകൊണ്ടാണ് ഞാനും കല്യാണിയൊക്കെ നിൻ്റെ പക്ഷത്ത് ഇങ്ങനെ നിൽക്കുന്നത്. പക്ഷേ നിൻ്റെ പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ട്
ഇപ്പം ഞങ്ങളെ പോലും അവൾക്ക് കണ്ടൂടാ. പല പ്രാവശ്യം ചോദിക്കുന്നുണ്ട്, മനോഹറിന് സപ്പോർട്ടല്ല നിങ്ങൾ, അതുകൊണ്ട് മനോഹറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആരെയും എനിക്ക് ഇഷ്ടമല്ല എന്നൊക്കെ സരയു ഞങ്ങളുടെ മുഖത്ത് നോക്കി തന്നെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നിനക്ക് കുഞ്ഞിനെ കാണാനുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഉള്ളത് കൊണ്ട് മാത്രമാണ് ഞങ്ങളത് ക്ഷമിച്ചും സഹിച്ചും ഒക്കെ നിൽക്കുന്നത്. ആ കുഞ്ഞിനെ പല പ്രാവശ്യം നിന്നെ കാണിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടല്ലോ, സരയുവിൻ്റെ കണ്ണും വെട്ടിച്ചിട്ട്. അതൊക്കെ നീ ഒന്ന് ആലോചിച്ച് നോക്ക്. പക്ഷേ സരയുവിൻ്റെ കണ്ണിൽ നീ ദയവ് ചെയ്ത് പെടരുത്. കാരണം കുറേ ഗുണ്ടകളെല്ലാം അവൾ ഇറക്കിയിട്ടുണ്ട്. അത് എവിടേക്കാണ് എങ്ങനെയാണ് ഒളിഞ്ഞിരിക്കുന്നത് ഒന്നും പറയാനായിട്ട് പറ്റില്ല. നിന്റെ ജീവൻ നീ തന്നെ നോക്കണം. എൻ്റെ ജീവൻ ഞാനിനി എന്ത് നോക്കാൻ സാറേ? എനിക്ക് ഇത്രയേ ഉള്ളൂ ജീവിതം. അത് തീർന്നു സാറേ. എൻ്റെ കുഞ്ഞിൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുള്ളൊരു സങ്കടം മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ. അതിൻ്റെ മുഖം അതിൻ്റെ ആ കളി ചിരിയൊക്കെ ഒന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല സാറേ. കണ്ടോ, ഇത്ര നേരിട്ട് പോലും കുഞ്ഞ് എൻ്റെ മുന്നിൽ ഒരു കരഞ്ഞു പോലും ഇല്ല. ആ കുഞ്ഞിന് അപ്പോൾ എന്നോട് താല്പര്യമുണ്ട് സാറേ. എൻ്റെ പൊന്നടാ, ആ കുഞ്ഞല്ലെങ്കിലും കരയില്ല. അങ്ങനെ കരഞ്ഞ് ശല്യം ഉണ്ടാക്കുന്നൊരു കുഞ്ഞല്ല അത്, മനസ്സിലായോ? ആ കുഞ്ഞൊരു പാവം കുഞ്ഞാണ്. നീ ചുമ്മാ ഇനി കുഞ്ഞിൻ്റെ പിന്നാലെ നടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്. സരയു അറിയാലോ, സരയുവിൻ്റെ സ്വഭാവം ശരിക്കറിയാലോ. നിന്നെ അത്രയും മാത്രം വെറുക്കുന്നുണ്ട്. ഞാൻ ഏതായാലും കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. ശരി സാറേ, കുഞ്ഞിനെ കൊണ്ട് പോയിക്കോ. സരയുവിൻ്റെ അമ്മയൊക്കെ അവിടെ ഭയങ്കര ടെൻഷനിലാണ്. കല്യാണി അവിടെ അടുത്തുണ്ട്. അങ്ങനെ മനോഹറാണെങ്കിൽ കുഞ്ഞിനെ വിട്ടുപോകുന്നുള്ള ആ ഒരു സങ്കടത്തിൽ കുഞ്ഞിനെ നെറ്റിയിലും കവളിലൊക്കെ ഉമ്മ കൊടുക്കുക. അപ്പോൾ കിരൺ ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും കിരണിനും ചെറിയൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. കാരണം അത്രയും ആ കുഞ്ഞിനെ മനോഹർ സ്നേഹിക്കുന്നുണ്ടല്ലോ എന്നൊക്കെ ആലോചിച്ച് കഴിഞ്ഞപ്പോഴേക്കും പിന്നീട് അവരവിടെ പിടിച്ചു നിന്നില്ല. അങ്ങനെ കിരണും രതീഷും കൂടി കുഞ്ഞിനെ കൊണ്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ ഈ മനോഹറിനാണെങ്കിൽ ആകെ സങ്കടം തോന്നി. ഇനി എപ്പോൾ കുഞ്ഞിനെ കാണാനായിട്ട്, ഇനി എപ്പോൾ കുഞ്ഞിനെ താലോലിക്കും എന്നാലോചിച്ചിട്ട് ഭയങ്കരയേറെ സങ്കടമുണ്ട്. അങ്ങനെ പിന്നീട് സരയുവിനെ കാണിക്കുകയാണ്. അപ്പോൾ സരയു ആണെങ്കിൽ കരഞ്ഞ് വല്ലാത്തൊരവസ്ഥയിൽ തലക്ക് ഭ്രാന്ത് പിടിക്കുന്നൊരവസ്ഥയിൽ. അപ്പോൾ അതിനിടയ്ക്ക് ചാരി വന്ന് ഇതേ കുഞ്ഞിനെ ഇതുവരെയും കണ്ടെത്താനായിട്ട് സാധിച്ചില്ലല്ലോ മോളെ, നിങ്ങളോട് പോകാനല്ലേ പറഞ്ഞത്? നിങ്ങൾ എൻ്റെ കൺമുന്നിൽ നിന്ന് എനിക്ക് നിങ്ങളോട് സംസാരിക്കണ്ട. നിങ്ങൾ കാരണം എങ്ങനെയൊക്കെ സംഭവിച്ചത് എന്നൊക്കെ സരയു ആവർത്തിച്ച് പറയണം. അപ്പം കല്യാണിയാണെങ്കിൽ ആൻറ്റി ഒന്നും മിണ്ടാതിരിക്കുക ആൻറ്റി, സരയുവിൻ്റെ അവസ്ഥ ഇപ്പം അറിയാലോ, ആൻറ്റി ഒന്നും മിണ്ടണ്ട, അവൾ എന്ത് വേണമെങ്കിലും പറയട്ടേന്നേ. ഇവരെല്ലാത്തിനും കാരണം എൻ്റെ കുഞ്ഞിനെ ഞാൻ കയ്യിൽ ഏൽപ്പിച്ചാണ്. എന്നിട്ട് പോലും എൻ്റെ കുഞ്ഞിനെ നോക്കാതെ ഇവർ കാണിച്ച അക്രമം. മോളെ കല്യാണി, ഒന്ന് കിരണിനെ വിളിക്കും മോളെ, എന്തായി ഏതായെന്നൊന്നും അറിയാലോ. അപ്പോൾ കല്യാണി ഫോൺ എടുത്ത് കിരണിനെ വിളിക്കാൻ പോകുന്ന ആ സമയത്ത് അവരുടെ വീട്ടിലേക്ക് ആ വണ്ടി വരികയാണ്, കിരണിൻ്റെ വണ്ടി. ഇത് കണ്ടു കഴിഞ്ഞപ്പോഴേക്കും സരയിന് ഭയങ്കര സന്തോഷം. സരയോടൊന്ന് ചാടി എണീറ്റ് നേരെ അങ്ങോട്ട് ചെല്ലുകയാണ്. അപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് കിരൺ വരികയാണ്. ഇപ്പോൾ സരയിന് ഭയങ്കര സന്തോഷം തോന്നി. കുഞ്ഞിനെ അങ്ങോട്ട് തട്ടിപ്പറിച്ച് മേടിച്ചെടുത്തിട്ട് കവളിൽ നെറ്റിയിലൊക്കെ ഉമ്മ കൊടുക്കുകയാണ്. എൻ്റെ പൊന്നു മോളെ, അമ്മ എത്രമാത്രം സങ്കടപ്പെട്ടെന്ന് നിനക്ക് അറിയാവോ? നീ എവിടെയായിരുന്നു കിരൺ, എവിടെയായിരുന്നു? മനോഹറാണോ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്? മനോഹറിൻ്റെ കയ്യിൽ നിന്നാണോ കുഞ്ഞിനെ മേടിച്ചത് എന്നൊക്കെ സരയു ഇങ്ങനെ ചോദിക്കുക. അപ്പോൾ കിരൺ പറയാണ്, അല്ല മനോഹറാണ് എടുത്തുകൊണ്ട് പോയെന്നൊന്നും അറിയില്ല, പക്ഷേ ഞങ്ങളിങ്ങനെ വണ്ടി വരുമ്പോൾ ഞങ്ങൾക്കൊരു അജ്ഞാത കോള് വന്നു കഴിഞ്ഞപ്പോഴേക്കും പറഞ്ഞു പാർക്കിൽ ഇരിക്കുന്നുണ്ട് കുഞ്ഞെന്ന്. ഞങ്ങൾ ആ പാർക്കിലേക്ക് ഓടിച്ചെന്നു കഴിഞ്ഞപ്പോഴേക്കും കുഞ്ഞ് സെക്യൂരിറ്റിയുടെ കയ്യിലായിരുന്നു. കുഞ്ഞിനെ ഞങ്ങൾ എടുത്തുകൊണ്ട് ഇങ്ങോട്ട് വരികയായിരുന്നു ചെയ്തത് എന്ന് സരയുവിനോട് പറയാം. അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും സരയു ആണെങ്കിൽ അവൻ തന്നെയാ മനോഹർ, അവനല്ലാതെ എൻ്റെ കുഞ്ഞിനെ ആരും എടുത്തുകൊണ്ട് പോയില്ല, അതെനിക്ക് ഉറപ്പുള്ള കാര്യം തന്നെയാ, അവൻ തന്നെയാണ് എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കാം. ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എന്താണ് ഏതാണെന്ന് അറിയില്ല, ഇപ്പം ഏതായാലും കുഞ്ഞിനെ കിട്ടിയല്ലോ, ഇപ്പം സന്തോഷിക്കുന്നീ. ഇപ്പോൾ മനോഹറിൻ്റെ കാര്യമൊന്നും പറയണ്ട, നമുക്ക് മനോഹറാണ് എടുത്തോന്നൊന്നും അറിയില്ലല്ലോ, പിന്നെ എന്തിനാ അതേക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞപ്പോഴേക്കും ഏതായാലും കിരണേ, എനിക്കൊരുപാട് സന്തോഷമായി, എൻ്റെ കുഞ്ഞിനെ എനിക്ക് തിരിച്ചു കിട്ടിയല്ലോ. ഇനി എൻ്റെ കുഞ്ഞിനെ എനിക്ക് തന്നെ നോക്കണം, ഇവരുടെ കയ്യിലൊന്നും ഞാൻ ഏൽപ്പിക്കാനായിട്ട് പോകുന്നില്ല, എൻ്റെ കുഞ്ഞിനെ എനിക്ക് സുരക്ഷിതമായിട്ട് നോക്കണം എന്നൊക്കെ സരയു പറയാം. ഞാൻ എൻ്റെ കുഞ്ഞിനെ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കട്ടെ കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് സരയു ആണെങ്കിൽ നേരെ അകത്തേക്ക് കയറി പോവുകയാണ്. അകത്തേക്ക് കയറി പോയി കഴിഞ്ഞപ്പോഴേക്കും ശാരി വീണ്ടും ചോദിക്കുകയാണ്, മനോഹറാണോ കിരണെ കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്? അറിയില്ലെന്നല്ലേ പറഞ്ഞത്, നിങ്ങൾ ഏതായാലും സരയുടെ അടുത്തേക്ക് ചെല്ല്, എന്നിട്ട് കുഞ്ഞിനെ എന്തെങ്കിലും കൊടുക്കാൻ നോക്ക്, ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ശാരിയൻ പറഞ്ഞയക്കുകയാണ്. അപ്പോൾ കല്യാണിയോട് പറയുകയാണ്, മനോഹർ അവൻ തന്നെയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് പോയത്, അവൻ ആ പാർക്കിൽ നിൽക്കുന്നുണ്ടായിരുന്നു. എന്ത് ചെയ്യണമെന്ന് അറിയാൻ പാടില്ലല്ലോ കല്യാണി, ഇവൻ ഇങ്ങനെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നമാവുമല്ലോ
സരയുവിനാണെങ്കിൽ മനോഹരനെ തീർക്കണമെന്നും പറഞ്ഞ് നടക്കുകയാണല്ലോ. എന്ത് ചെയ്യാനാണ് കിരണേട്ടാ? സരയുവിനെ പറഞ്ഞ് തിരുത്താനൊന്നും പറ്റില്ല. നമ്മൾ മനോഹരനെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നതിലും അവൾക്ക് വല്ലാത്തൊരു അരിശമൊക്കെ ഉണ്ട്. അതെനിക്കറിയാം. പക്ഷേ ഇത് എങ്ങനെയെങ്കിലും വീണ്ടും ഒന്ന് പോയാൽ മതിയായിരുന്നു, ഈ മനോഹർ ജയിലിലേക്ക് തന്നെ. അല്ലെങ്കിൽ അവനും അത് പ്രശ്നവും, കല്യാണം അടുത്ത് വരുന്നു, ഇതിൻ്റെ ഇടയ്ക്ക് ഈ ഒരു പ്രശ്നം, ആകെ തലക്ക് ഭ്രാന്ത് പിടിച്ചൊരവസ്ഥയിലാണ്. ഇനി ഗംഗാപ്രസാദ്, അതിനിടയിലാണ് മനോഹർ ഇങ്ങനെയൊക്കെ കാണിച്ചു കൂട്ടുന്നത്. ഇനി ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നൊന്നും ഒരു എത്തും പിടിയും കിട്ടുന്നില്ല എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് നമ്മുടെ വിക്രത്തെയും അതേപോലെ തന്നെ ബകാസുരനെയാണ്. അപ്പോൾ ഇങ്ങനെ ബകാസുരൻ ഇങ്ങനെ പറയുകയാണ്, എന്നാലൊരു സമാധാന സ്വസ്ഥത ഇല്ലല്ലോടാ. എനിക്ക് ഇവിടെ ഇരുന്നിട്ട് ഒരു പുറത്തെന്താ നടക്കുന്നതെന്ന് ആലോചിച്ചിട്ടേ ഒരു സമാധാനമില്ല. അത് തന്നെയാണ് ചേട്ടാ എനിക്കും. എനിക്കൊരു സമാധാനമില്ല. മനോഹറും പുറത്തിറങ്ങിയിരിക്കുന്നു, അതേപോലെ തന്നെ ആ കല്യാണവും നടക്കാനായിട്ട് പോയിരിക്കുന്നു. ആ കല്യാണം നടക്കോ ഇല്ലെന്ന് ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. ആ കല്യാണം മുടക്കാൻ തന്നെയായിരുന്നു എൻ്റെ ആഗ്രഹം. പക്ഷേ ഗംഗേട്ടൻ പുറത്തുണ്ടല്ലോ, ആ ഒരു സമാധാനം എനിക്കുണ്ട്. അപ്പോഴേക്കും നമ്മുടെ വികാസനും പറയാണ്, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എടാ നിനക്ക് ഏറ്റവും ശല്യമായിട്ട് നിന്നത് ആ കല്യാണിയായിരുന്നു. നിങ്ങൾ ആ കാർത്തികയുടെ നേരെ തിരിയാതെ കല്യാണിയായിരുന്നു തീർക്കേണ്ടത്. നിങ്ങൾ അവളെ തീർക്കാതെ കാർത്തികയുടെ പിന്നാലെ നടന്നു. ഇപ്പം എന്തായി? അതെ, അത് ചേട്ടൻ പറഞ്ഞ സത്യം തന്നെയാണ്. അവള് ചെറുതിലെ അവളെ ഇട്ട് ഞാൻ അരച്ചിട്ടുണ്ട്. അവൾക്ക് കഷ്ടപ്പാടിൻ്റെ അങ്ങേ അപ്പുറമായിരുന്നു. ഒരു നേരത്തെ ഒരു കഞ്ഞി കുടിക്കാൻ പോലും അവളെ ഞങ്ങൾ അനുവദിച്ചിട്ടില്ല. പക്ഷെ ഇപ്പോഴോ അവൾക്ക് വെച്ചടി കയറ്റൂലേ. 6 വർഷമായിട്ട് അവള് പണ്ട് അനുഭവിച്ചതിനേക്കാളും ഇരട്ടി സൗഭാഗ്യങ്ങളാണ് ഇപ്പോൾ അവള് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടു കഴിയുമ്പോഴേക്ക് എനിക്ക് സഹിക്കാനായിട്ട് പറ്റുന്നില്ല. സഹിക്കാനായിട്ട് പറ്റില്ല. എന്ത് ചെയ്യാനാണ്? കല്യാണിയെ തീർക്കേണ്ടതായിരുന്നു. നിങ്ങളപ്പോൾ കാർത്തികയുടെ പിന്നാലെ നടന്നില്ലേ? ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഗംഗേട്ടൻ ഇങ്ങോട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ ബകാസുരനാണെങ്കിൽ മനോഹർ എത്രയും പെട്ടെന്ന് ജയിലിലേക്ക് തിരിച്ചെത്തിയാൽ മതിയായിരുന്നു. അവൻ എത്തിയിട്ട് വേണം അവനെ തീർക്കാൻ. നിങ്ങൾ എന്ത് തീർക്കാനാ? അവനെ പല പ്രാവശ്യം തീർക്കാനായിട്ട് നോക്കിയില്ലേ? എന്നിട്ട് നിങ്ങൾക്ക് പറ്റിയോ? ഇല്ലല്ലോ. പിന്നെ കൂടുതൽ ഡയലോഗ് അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അതല്ലടാ, ഈ ഗംഗയും ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ അറിയാലോ. ഗംഗേട്ടൻ വരട്ടെ. ഗംഗേട്ടൻ വന്നു കഴിഞ്ഞാൽ മനോഹറിന്റെ കാര്യമൊക്കെ ഗംഗേട്ടൻ തീർത്തോളും. പക്ഷേ ഇപ്പോൾ കാർത്തിക എന്ന് പറഞ്ഞ അവളുടെ വീട്ടിലേക്കാണ് ഗംഗേട്ടൻ പോയിട്ടുണ്ടാവുക. അവളുടെ കല്യാണം മുടക്കാനും അവരെ കുടുംബത്തോടെ അഴിക്കാനും വേണ്ടി തന്നെ. ഗംഗേട്ടൻ ഒരു കാര്യം മനസ്സിൽ തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിനൊരു മാറ്റവും ഉണ്ടാവില്ല എന്ന രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ് വിക്രം. ഏതായാലും എവിടം വരെയും പോകുമെന്നറിയാലോ. എൻ്റെ മോളെക്കുറിച്ചും അറിയാത്തത് കൊണ്ട് ഒരു വിവരവും ആ മനോഹരനാണെങ്കിൽ പുറകെ കളിച്ചിടന്ന് ഏതായാലും അവനെ ഉപേക്ഷിച്ചിട്ട് കിരണിനെയും തട്ടണം. കല്യാണിയെയും തട്ടണം. അങ്ങനെ കല്യാണിയെയും തട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കിരണിനെയും സരയുവിനെയും ഒന്നിപ്പിക്കാനായിട്ട് സാധിക്കും. കിരണ് കുറേ സ്ഥാപനങ്ങളുണ്ടല്ലോ, അതിൻ്റെ അവകാശങ്ങളെല്ലാം എൻ്റെ മോൾക്ക് ഏൽപ്പിച്ചു കൊടുക്കണം. എന്നിട്ട് കിരണും സരയും കൂടി ഒരുമിച്ച് ജീവിക്കട്ടെ എന്നേ. അവരാണ് ജീവിക്കേണ്ടത്. നിങ്ങൾ എന്ത് മനുഷ്യനാണ് കേട്ടാ. ചേട്ടന് വിചാരിക്കുന്ന പോലെയാണ് ഈ കിരൺ എന്ന് പറഞ്ഞ ആളെ ഒരു പെൺകോന്തന. അതുകൊണ്ട് ഭാര്യ മരിച്ചാലും കിരൺ വേറൊരു കല്യാണം കഴിക്കാനായിട്ട് പോകുന്നില്ല. ഭാര്യയെ ഓർത്തുകൊണ്ട് ജീവിതകാലം മുഴുവനും ദുഃഖിച്ച് ഇങ്ങനെ ജീവിക്കും. അല്ലാതെ സരയും ഈ കിരണും തമ്മിലുള്ള കല്യാണമൊന്നും നടക്കാൻ പോകുന്നില്ല എന്നൊക്കെ പറയാം. ഇതൊക്കെ കേട്ടുകഴിഞ്ഞപ്പോഴേക്കും അതും നീ പറഞ്ഞ ശരി തന്നെയാണ്. അവനൊരു പെൺകോന്തം തന്നെയാ. കല്യാണിയാണ് അവനെ ആത്മാർത്ഥമായിട്ട് സ്നേഹിക്കുന്നത്. അത് തന്നെ ഞാനും പറഞ്ഞതെന്നൊക്കെ പറഞ്ഞിട്ട് ഇവരിങ്ങനെ സംസാരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഗംഗാപ്രസാദിനെയാണ്. അപ്പോൾ വേഷം മാറി ഒരു കാർന്നവരുടെ വേഷത്തിലാണ് ഗംഗാപ്രസാദ് അവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു കടയിൽ കയറിയിട്ട് ചേട്ടാ ഒരു സോഡ എന്ന് പറയാണ്. സോഡ നാരങ്ങളുള്ളെന്ന് പറയാണ്. ശരി എന്ന് പറഞ്ഞാൽ അതെ. അപ്പോൾ കാർത്തികയുടെ വീട് ചോദിക്കുകയാണ്. കല്യാണം നടക്കുന്ന വീടുണ്ടല്ലോ, അത് ഏത് വഴിയാണ് പോകേണ്ടതെന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും അയാൾ റൂട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. ഇല കൊടുക്കാനായിട്ട് പോണേ. ഇല കൊടുക്കാനായിട്ടോ? അങ്ങനെ ആ വണ്ടിക്കാരുടെ കയ്യിൽ നിന്നാണല്ലോ ഇല എടുക്കുന്നത്. ഇപ്പം ഇലയെന്ന് ആരും എടുക്കാറില്ല, പേപ്പർ പ്ലേറ്റ് ആണല്ലോ എല്ലാം മൊത്തം. അല്ല, എനിക്ക് ഇലയും കൊണ്ടും പോകാനുണ്ടേ.
അല്ല, ചേട്ടൻ ഇതുവരെ ഞങ്ങൾ ഇതിനു മുമ്പ് ഇവിടെ കണ്ടിട്ടില്ലല്ലോ. ആരാ ചേട്ടാ? ചേട്ടൻ ആരാ എന്നൊക്കെ ചോദിച്ചപ്പോഴേക്കും ഞാനേ പെണ്ണിൻ്റെ ഒരു അകന്ന ഒരു അമ്മാവനാണ്. ഞാനേതായാലും ദൂരേന്ന് അങ്ങോട്ട് വരികയാണ്. അപ്പം കല്യാണമൊക്കെ കൂടിയിട്ട് പോകാമെന്നൊക്കെ ഞാൻ വിചാരിച്ചു. പിന്നെ ഇലയും കൊണ്ട് വേണമേ പോകാനായിട്ട്. ഇതൊക്കെ കിട്ടുമ്പോഴേക്കും അത് നന്നായി. എത്രയായി? അങ്ങനെ 14 രൂപ എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പൈസയൊക്കെ കൊടുത്തിട്ട് ഗംഗാപ്രസാദ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ പിന്നീട് നമ്മുടെ ദിലീപിനെ കാണിക്കണം. അപ്പോൾ ദിലീപാണെങ്കിൽ ദിലീപിനെ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ട് എടാ ഇന്ന് ചെല്ലാന്ന് പറഞ്ഞിരിക്കുകയല്ലോ, ഇന്ന് എൻ്റെ ബർത്ത്ഡേ അല്ലേ എന്നൊക്കെ പറയാണ്. അതെ, ബർത്ത്ഡേ തന്നെയാണ്. എന്നിട്ട് നിനക്ക് നിൻ്റെ പെണ്ണിനെ കാണണ്ടേ? നിൻ്റെ ബർത്ത്ഡേക്ക് നിൻ്റെ ഗിഫ്റ്റായിട്ട് നിൻ്റെ പെണ്ണിനെ തന്നെ നിനക്ക് കിട്ടിയല്ലോ. അങ്ങനെയൊന്നും കാണാനായിട്ട് പറ്റില്ലടാ. കാരണം ഗംഗാപ്രസാദ് അവൻ ചുറ്റിക്കറങ്ങി നടക്കുകയാണല്ലോ, അതുകൊണ്ട് അങ്ങനെ കാണാനായിട്ട് പറ്റില്ല എന്നും പറയാണ്. എടാ നീ എന്തിനാ ഗംഗാപ്രസാദിനെ പേടിക്കുന്നതെന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്ക് പേടിയൊന്നുമില്ല. ഈ കാർത്തികേ എന്നോട് പറഞ്ഞതാ, ഗംഗാപ്രസാദ് നിങ്ങളെ ഉപദ്രവിക്കും, അതുകൊണ്ട് എന്നിൽ നിന്ന് അകന്നു പൊയ്ക്കോ, ഞാൻ കാരണം നിങ്ങളുടെ ജീവന് ഒരു ആപത്ത് വരാൻ പാടില്ല എന്നൊക്കെയാണ് എന്നോട് അവൾ പറഞ്ഞത്. ആ ഒരു ക്യാരക്ടറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടത്. ഏതായാലും ഇത്രയും നല്ലൊരു പെണ്ണിനെ കിട്ടിയത് നീ ഭാഗ്യവാനാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ദിലീപിനോട് സംസാരിക്കുകയാണ്. അങ്ങനെ ദിലീപ് അവിടെ നിന്ന് മേക്കപ്പും ചെയ്ത് പുറപ്പെടുക. ഈ സമയം തന്നെ ഗംഗാപ്രസാദ് ഈ കാർത്തികയുടെ ആ വീടിൻ്റെ മതിലിൻ്റെ അപ്പുറത്ത് വന്നു കഴിഞ്ഞിരിക്കുന്നു. അപ്പം അങ്ങനെയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ റിവ്യൂ ഇവിടെ അവസാനിച്ചിരിക്കുന്നത്. അടുത്ത റിവ്യൂവിനെ കാത്തിരിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചു. നമസ്കാരം. താങ്ക് യു. ബൈ.